ആദരണീയനായ എം പി സാഹിബ്, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, എത്തിയിരിക്കുകയാണ്. അവരുടെ സിൽവർ ജൂബിലി നിറവിലാണ് എത്തിയിട്ടുള്ളത്. 25 വർഷക്കാലം ഈ സമൂഹത്തിൽ എണ്ണമറ്റ സേവനങ്ങൾ നടത്തി വരുന്ന മലയാളിയ കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ നല്ല ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. ഒരു സ്ഥാപനം 25 വർഷം കടക്കണമെങ്കിൽ അതിൻ്റെ മഹത്വം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുമാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ, ഈ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഈ സാമുദായികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ സാഹചര്യം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് കുറേ കാലം വളരെ ഭംഗിയായി നടത്തി കൊണ്ടുവന്നതിൻ്റെ മാനേജ്മെന്റിലെ ഹൃദയകരമായ അഭിനന്ദനം ഈ അവസരത്തിൽ നേരുകയാണ്. ഇനി ഒരുപാട് വർഷക്കാലം മുന്നോട്ട് പോകട്ടെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. എനിക്ക് മുൻപ് സംസാരിച്ച എം പി നമ്മുടെ വഖഫ് സംരക്ഷണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരം നേരിട്ട് പാർലമെന്റിൽ നിന്നുള്ള കമന്ററി പോലെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് നമുക്കൊരു വെളിച്ചറിയും. എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത്, വഖഫ് വിഷയങ്ങളിൽ എന്താണ് നടക്കുന്നത് പലർക്കും അറിവില്ലാത്ത സാഹചര്യമാണ്. അപ്പൊ അതിലേക്ക് ഒരു വലിയ വെളിച്ചം വീശുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടത്തുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല. എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദന്മാർ പറയുന്നതനുസരിച്ച് അവരെടുക്കുന്ന തീരുമാനങ്ങളെ ഉറച്ചു നിന്നുകൊണ്ട്, അവരോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ഈ വഖഫ് സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിൽ കൂടെ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോടെല്ലാം പറയുന്നത്. അവരാരെങ്കിലും വിചാരിച്ചാൽ എടുത്തു മാറ്റപ്പെടുന്ന ഒരു നിയമമല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ താൽക്കാലികമായി ഒരു ബില്ല് കൊണ്ടുവന്ന് ഭേദഗതി ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെയും നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങൾ, അതിൻ്റെ മറ്റു രീതികളും ഒന്നും ഒരു സുപ്രഭാതത്തിൽ ആർക്കും അങ്ങനെ എടുത്ത് കളയാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും വ്യാപരിക്കുന്നത് തെറ്റുമാണ്. പിന്നെ എന്തിനു വേണ്ടി ഈ നാടകം എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ താല്പര്യം. കഴിഞ്ഞ ഇലക്ഷന് BJP നേരിട്ട ഒരു തോൽവി എന്ന് പറയുന്നത് RSSന്റെ ഭാഗത്തൊക്കെ ഉണ്ടായ ചില വ്യത്യാസങ്ങളുണ്ട്. അവരെയൊക്കെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ഒന്ന് ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് വളരെ സംവേദനത്തോടുകൂടി വേണം നമ്മൾ ഓരോ ചുവടും ഇങ്ങോട്ട് വേണ്ടിയാണ്. വികാരത്തിന് അടിമപ്പെട്ട് നമ്മൾ എടുത്തു ചാടരുത്. മുൻകാലങ്ങളിൽ ഇടയ്ക്ക് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ വികാരം ഒഴിച്ചുകൊണ്ട് എടുത്തു ചാടി കുടിയിലേക്ക് വീഴുന്ന അനുഭവം നമുക്ക് മുമ്പുണ്ടായിരുന്നു. കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ വളരെ ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ നേതാക്കൾ പറയുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് വളരെ പക്വതയോടുകൂടി ഈ കാര്യങ്ങൾ നേരിട്ട് മുന്നോട്ട് നീങ്ങണം എന്നീ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റെല്ലാ കാര്യത്തിലും നമ്മുടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഒപ്പത്തിനൊപ്പം കൂടെ നിന്നുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതിയിൽ അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ സംരക്ഷണത്തിന് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ സമുദായത്തിന്റെ എല്ലാ ആവശ്യത്തിനും ആളുകൾ അകത്തും പുറത്തും സമരം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഈ വഖഫിന്റെ കേസിൽ തന്നെയാണെങ്കിൽ പോലും ഒരു ഉത്പാദക കമ്മിറ്റി എടുത്തപ്പോൾ അതിൽ മുസ്ലിം ലീഗിന്റെ ഒരു ഇന്ത്യയെ പോലും അവർ ഉൾപ്പെടുത്തിയില്ല. കാരണം മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്തിയാൽ ഇത് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെതിരെ MP മുഹമ്മദ് ബഷീറും മറ്റവരെല്ലാം
വ്യക്തമായി തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. തീർച്ചയായും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ സമരമുഖ്യമന്ത്രി ഉണ്ടാകും. എല്ലാവരും ആശംസകളും ഈ പ്രസ്ഥാനത്തിന് 25ാം വാർഷിക ആഘോഷ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ എടുക്കുന്നു. അസ്സലാമു അലൈക്കും.